ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC തൃശൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ അയ്യന്തോൾ ലാറി ബക്കർ ഹാളിൽ നടന്നു. ലോട്ടറി തൊഴിലാളികളുടെ ക്ഷേമനിധി കുടിശ്ശിക തീർപ്പാക്കൽ ഉടൻ തന്നെ നടത്തണമെന്നും ഓണം ബോണസ് തുക 10,000 വർദ്ധിപ്പിക്കുകയും പെൻഷൻകാർക്ക് 5,000 രൂപ ഓണം ആനുകൂല്യമായി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിന് നിവേദനം നൽകാനും ലോട്ടറിയെ ജനപ്രിയമാക്കുന്നതിന്റെ ആദ്യപടിയായി ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനത്തുക 25 കോടി എന്നത് 30 കോടിയായി വർദ്ധിപ്പിച്ചതും 28% GST 40% വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യ ഓണം ബമ്പറിൽ ഒരു ടിക്കറ്റിൽ 33.5 രൂപ കൂടുതലായി GST വർദ്ധിച്ചിട്ടും കഴിഞ്ഞ ഓണം ബമ്പറിന് നൽകിയ അതേ തുക തന്നെ സമ്മാനമായി നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ യോഗം അഭിനന്ദിച്ചു. മൺസൂൺ ബമ്പറിന് കഴിഞ്ഞ സർക്കാർ നൽകിയ അതേ നിരക്കിൽ തന്നെയാണ് ഓണം ബമ്പറിന് വിൽപ്പന കമ്മീഷൻ നൽകുന്നത്. ഇത് മറച്ചുവെച്ച് വിൽപ്പനക്കാർക്ക് 10 രൂപ കമ്മീഷൻ കുറഞ്ഞു എന്ന CITU നേതാക്കളുടെ പ്രചാരണം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. കഴിഞ്ഞ 10 വർഷം ലോട്ടറി മേഖലയിലും ക്ഷേമനിധിയിലും തട്ടിപ്പും അഴിമതിയും നടത്തിയവരാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങളും സമര ആഹ്വാനങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നും യോഗം വിലയിരുത്തി. ശ്രീ PS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ലജീവ് വിജയൻ, വൈസ് പ്രസിഡന്റ് ജെയിംസ് അധികാരം, സന്തോഷ് സെൻ, ഫിലിപ്പ് ജേക്കബ്, സാനി NK, ഷക്കീൽ കാരയിൽ, മനുമോൻ, സൗപർണിക കൊച്ചുറാണി, രാധാകൃഷ്ണൻ ചേലക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.